ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അത്യാവശ്യം പറഞ്ഞു പോയാൽ ശരിയാവില്ല, നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്ത് ഓക്കെയാണ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ പ്രിൻ്റൊക്കെ സെറ്റാക്കി എടുത്തു. ദെൻ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ദെൻ രണ്ട് ഭാഗവും ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ദെൻ ആ ഒരു സ്റ്റിക്നെസ് ഉള്ളത് കൊണ്ട് അത് ജസ്റ്റ് അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ രണ്ട് സൈഡ് നമ്മൾ 6 സിസർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഫൈനൽ ലുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് കേക്ക് വന്നിട്ട് നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. എഴുകുളത്തേക്കായിരുന്നു കേട്ടോ. എഴുകുളം എത്തണ്ട, അതിൻ്റെ അടുത്താണ്. ദെൻ കേക്ക് വന്നിട്ട് 1 kg സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറണ്ട് ചതിച്ചത് കാരണം എല്ലാം പണിയായി. അങ്ങനെ നമ്മൾ വാഞ്ചോയിലെത്തി. അതും നമ്മൾ അന്ന് തന്നെയാണ്, അതായത് കസ്റ്റമർക്ക് കൊടുക്കേണ്ട ഡേ ആണ് നമ്മൾ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ബേക്ക് ചെയ്യുന്നതും ഫ്രോസ്റ്റ് ചെയ്യുന്നതും എല്ലാം വല്ലാത്തൊരു കറണ്ടായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു ഡിസൈനായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ദെൻ നമുക്ക് കിക്കാറ്റിലായിരുന്നു ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് പീസാക്കിയിട്ട് ജസ്റ്റ് ആ ഒരു സൈഡിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ബോട്ടം ഒരു 2 പീസും കൂടെ കൊടുത്തു. ദെൻ നമ്മൾ ആ ഒരു ലീഫിൻ്റെ ഓരോരോ 1 by 1 ആയിട്ടുള്ളൊരു പാർട്ടും കൂടെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി. ദെൻ ഏജ് 18 എന്നുള്ളതൊന്ന് ജസ്റ്റ് ഫോണ്ടനിൽ സെറ്റാക്കി എടുത്തു. ദെൻ അതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ ഗോൾഡൻ്റെ തന്നെ സെറ്റാക്കിയിട്ട് ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കേക്ക് ഞാൻ സത്യം പറയുകയാണെങ്കിൽ നല്ലപോലെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒന്നാമത് ഫ്രിഡ്ജിൽ അത്ര നേരം വെക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കേക്ക് ഫൈനൽ സെറ്റാക്കിയെടുത്ത് ഡെലിവറിക്ക് പോയി. അങ്ങനെ ഡെലിവറി ചെയ്ത് വന്നു. ദെൻ നെക്സ്റ്റ് കേക്കിൻ്റെതിലേക്ക് പണി തുടങ്ങി. ഈ ഒരു കേക്ക് നമ്മളെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചി തന്ന ഓർഡറാണ്. നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. അവരുടെ മകൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപാടി ഇവിടെ നിന്നല്ല, ഹസ്ബൻഡിൻ്റെ അവിടെ നിന്നായിരുന്നു. അങ്ങനെ കേക്ക് ഒരു 1 kg ടോളാക്കി ചെയ്യാൻ പറഞ്ഞതായിരുന്നു. ദെൻ അതിൻ്റെ കൂടെ ഒരു 6 കേക്ക് പോപ്പും പിന്നെ ഒരു 4 കപ്പ് കേക്കും. അപ്പം അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ പണിയിലേക്ക് കിടക്കാം. കേക്കിലെ ഒരു മെസ്സി തീമിലായിരുന്നു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ വൈറ്റിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ദെൻ അതിൻ്റെ താഴെ അവർ തന്ന റെഫറൻസിലുള്ള പോലെ നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ താഴെയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ സെറ്റാക്കി എടുത്തു. ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് കേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അധികം കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവർ 2 ടയർ ആയിട്ടായിരുന്നു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും കേക്കിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അവർ 1 ടയറിലാക്കിയിട്ട് സിംഗിൾ ടയറിലാക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കിട്ടാത്തൊരു ഫോക്സ് ബോൾ ഒരു ബ്ലൂ ഫോക്സ് ബോളാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന കളേഴ്സ്, അതായത് അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പോകുന്ന കളേഴ്സ് അവിടെ ഉണ്ടാവും. ആ ഒരു കളറും കൂടെ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ഇതാവുമായിരുന്നു അല്ലേ. എൻ്റെ കഷ്ടകാലത്തിന് അവിടെ ഇല്ലാണ്ടേയും നിന്നുപോയി. അങ്ങനെ നമ്മൾ അതിലുള്ള പോലെ മെസ്സിനെ നമ്മൾ അതിലേക്ക് കയറ്റി. ദെൻ ഫോക്സ് ബോൾ വൈറ്റും സിൽവറും ആണ് കേട്ടോ. ഞാൻ കിട്ടില്ല എന്ന് പറഞ്ഞ കളറാണ് സിൽവർ, അത് കിട്ടുകയും ചെയ്തു. ബ്ലൂ നമ്മളെ സതിച്ചു ഗൈസ്. പിന്നെ ഒരു ക്യാൻഡിൽ വെച്ചു. ദെൻ ബോളിൻ്റെ ഒരു പ്രിൻ്റ്, ഇതൊക്കെ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അവർ പറഞ്ഞ റൈറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രിൻറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലോഗോ ആണോ അല്ലെങ്കിൽ സിമ്പിളാണോ എന്താ എനിക്കറിയില്ല കേട്ടോ. ആ ഒരു സംഭവം കൂടെ അതിലേക്ക് വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഒരുവിധം എല്ലാ കസ്റ്റമറോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടോൾ കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കൽ നടക്കത്തില്ല. അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈം, അതായത് മീൻസ് ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ടൈമിനനുസരിച്ച് ഞാൻ പറയും.
അപ്പോൾ അവർ വരികയാണെങ്കിൽ ആ ടൈമിലേക്ക് നമ്മൾക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ ഇവരിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിലേ ആയി. അവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടു, ഞാൻ കണ്ടില്ല. അവർ നോർമൽ കോളും ചെയ്തില്ല. അങ്ങനെ ഇവിടെ വന്ന് വീട്ടിലെത്തിയപ്പോഴാണ് അവർ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് കൊടുത്തു. ചില ടൈമിൽ കറക്റ്റ് ടൈമിന് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാലും കസ്റ്റമർ വരില്ല, എന്താ ചെയ്യലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓർഡറിലേക്ക് കടക്കാമല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. ഇത് നമ്മളുടെ റെഗുലർ കസ്റ്റമറാണ്, പിന്നെയെന്ന് പറയാൻ ഒരു ഡോക്ടർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ആൾ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ അവർ പറഞ്ഞ ഒരു റൈറ്റിങ്ങും കൊടുത്തു. ദെൻ കുറച്ച് ഷുഗർ ബോൾസ്, ബട്ടർഫ്ലൈസ്, ദെൻ ഏജിൻ്റെ ഇതും കൂടെ കൊടുത്തു നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ റൈറ്റിങ് ബോർഡിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ അത് മാറ്റി ബോർഡിലേക്ക് സെറ്റാക്കി എടുത്തു. അങ്ങനെ കേക്കിൻ്റെ ലുക്ക് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇത് നമുക്ക് ഡെലിവറി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോസൊക്കെ മിസ്സാണ്. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏകദേശം തീരുമാനമാക്കിയെടുത്തു. ഇനിയാണ് നമ്മളുടെ സ്പെഷ്യൽ വരുന്നത്. അപ്പം എന്തുകൊണ്ടാണോ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ കിഡ്ഹോൻ തന്നൊരു ഓർഡറായിരുന്നു. ആളങ്ങ് എറണാകുളത്തു നിന്നാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഈയിടെ ആയിട്ട് 1/2 kg അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല, 1 kg മാത്രമേ ഉള്ളൂ. ഇനി കേക്ക് 1/2 kg ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഹാമ്പർ അല്ലെ ബൊക്കറ്റ്, കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യും കേട്ടോ. അപ്പം അവരോട് പറഞ്ഞപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ ബൊക്കറ്റ് സെറ്റാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് റെഫറൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓക്കെ സെറ്റായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് അതുപോലെ സെറ്റാക്കി എടുത്തു. പിന്നെയെന്ന് പറയാൻ ബൊക്കറ്റാണ്, അത് ചോക്ലേറ്റ് ബൊക്കറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മളൊരു ബൊക്കറ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ പറഞ്ഞ പോലെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറിയാണ് കുറച്ച് സ്പെഷ്യൽ കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. അതിന് മുന്നേ ഒരു ഓർഡറും കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു മോഡലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം റൈറ്റിങ് സെറ്റാക്കി എടുത്തു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെയാവും. അതുകൊണ്ട് ഞാൻ റൈറ്റിങ് ഓൾറെഡി സെറ്റാക്കിയിട്ട് ഡെക്കറേഷനിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 കളറായിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റിങ് നമ്മൾ വേറെ കളർ കൊടുത്തു, അല്ലാതെ ഈ ഡെക്കറേഷന് 2 കളർ, 2ഉം പിന്നെ 3 ലീഫും കൂടെ വരുന്നത് കൊണ്ട് ആ ഒരു 3 കളേഴ്സിലായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് നമ്മൾ 1 kg ടോളാക്കി ചെയ്തൊരു സ്ക്വയറിലുള്ള വൈറ്റ് ഫോറസ്റ്റിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കിൻ്റെത് ഏകദേശം റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്താലേ കേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കേക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കേക്കിൻ്റെ ഡെലിവറിൻ്റെയിലേക്ക് പോയാലോ. അങ്ങനെ ആൾ പറഞ്ഞു പിറ്റേന്ന് നെക്സ്റ്റ് ഡേ എന്താ പറയുക, ആ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് കൊടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, എന്തായാലും കേക്ക് കൊടുക്കണം, എനിക്ക് ക്ലാസ്സിൽ പോകാനും ഉണ്ട്, അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കേക്കും ബൊക്കയും എടുത്ത് പതിയെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ വീട്ടിനടുത്ത് തന്നെയാണ്, അത്ര ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ജസ്റ്റ് കോളിംഗ് ബെല്ല് കേടായി കിടക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ ഫ്ലോപ്പായിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഏട്ടനെ വിളിച്ചു ആൾ നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചിരിയും കിട്ടി. നമ്മൾ അവിടെ നിന്ന് പോന്നു. മിഡ് നൈറ്റ് ഡെലിവറി വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പം ഒരു കേക്കും കൂടെ ഡെലിവറി ഉണ്ടായിരുന്നു, അത് കൊടുത്ത് പിന്നെ അമ്മേനെയും പിക്ക് ചെയ്ത് പോന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.